അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒമാനി കബൂലി റെസിപ്പി ആയിട്ടാണ്. ഇതിലെ ഒമാനിലെ വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു ട്രഡീഷണൽ ഡിഷാണ് കേട്ടോ. അവരുടെ സ്പെഷ്യൽ ഒക്കേഷനും ഫാമിലി ഗ്യാതറിങ്ങിനും ഫെസ്റ്റിവൽസിനെല്ലാം അവരുണ്ടാക്കുന്ന ഒരു ടൈപ്പ് സ്പൈസ്ഡ് റൈസാണ്. ഇതൊരു റോയൽ സ്റ്റൈൽ സ്പൈസ്ഡ് റൈസാണിത്. അറബിക് റൈസെല്ലാം ഇഷ്ടപ്പെടുന്നവരാണെന്നുണ്ടെങ്കിൽ മന്തി, കബ്സ അതുപോലത്തെ റൈസും കാര്യങ്ങളെല്ലാം ഇഷ്ടപ്പെടുന്നവരാണെന്നുണ്ടെങ്കിൽ ഇതെന്തായാലും നിങ്ങൾ ട്രൈ ആക്കി നോക്കണം. അടിപൊളി ടേസ്റ്റാണ്, ഉണ്ടാക്കാനും സിമ്പിളാണ്. അപ്പില്ലേ ഒമാനി കബൂലി ഉണ്ടാക്കാൻ വേണ്ടിക്ക് ഞാൻ ആദ്യം തന്നെ ബട്ടറാണ് എടുത്തിട്ടുള്ളത്. ഞാനിപ്പോൾ ഒരു 50 ഗ്രാം ബട്ടർ എടുത്തിട്ടുണ്ട്. നിങ്ങളിൽ വേണമെന്നുണ്ടെങ്കിൽ ഏതെങ്കിലും റിഫൈൻഡ് ഓയിൽ എടുക്കുക, ഇല്ലാന്നുണ്ടെങ്കിൽ ഒലിവ് ഓയിൽ എടുക്കുക. ഇനിയിപ്പോൾ ഇതിലേക്ക് ഒരു ബൾബ് വെളുത്തുള്ളി ചെറുതായിട്ട് കൊത്തി അരിഞ്ഞതാണ്. 10-15 അല്ലി വെളുത്തുള്ളി ഇതുപോലെ ചെറുതായിട്ട് കൊത്തി അരിയുക. എന്നിട്ട് ഇതിൻ്റെ വെളുത്തുള്ളിൻ്റെ റോസ് സ്മെല്ല് മാറുന്നത് വരെ വറ്റിയെടുക്കുക. ഇതിൽ ബട്ടറാണ് ശരിക്കും ചേർത്ത് കൊടുക്കേണ്ടത്. ബട്ടറിന് ഇല്ലാന്നുണ്ടെങ്കിൽ ഏതെങ്കിലും റിഫൈൻഡ് ഓയിൽ ചേർത്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് ഏലക്ക, പട്ട, കറാമ്പു, ബേ ലീഫ് ഇതെല്ലാം ചേർത്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് ഞാൻ 2 ഡ്രൈ ലെമണും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. 2 ബേ ലീഫ്, ഒരു ചെറിയ പീസ് പട്ട, 6 ഏലക്ക, പിന്നെ 3 കറാമ്പുമാണ് കേട്ടോ ചേർത്ത് കൊടുത്തേ. പിന്നെ തക്കോലം എന്ന് പറയുന്ന സംഭവമില്ലേ, അതും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനിയില്ലേ എല്ലാത്തിൻ്റെ റോസ് സ്മെല്ല് മാറിക്കഴിഞ്ഞാൽ ഇതിലേക്ക് ഒരു മീഡിയം സൈസിലുള്ള ഉള്ളി ഇതുപോലെ കൊത്തി എറിഞ്ഞിട്ടിട്ട് കൊടുക്കാം. എന്നിട്ട് എല്ലാം കൂടി വഴറ്റിയെടുക്കാം. ഈ ഒരു ഉള്ളി ഒരു ഗോൾഡൻ ബ്രൗൺ കളറാകുന്നത് വരെ വഴറ്റിയെടുക്കാം. നല്ലോണം കളറൊന്നും ചേഞ്ച് ചെയ്യണ്ട. ജസ്റ്റ് ഒരു ഗോൾഡൻ കളറാകുമ്പം നമുക്ക് ഇതിലേക്ക് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസും കൂടി ചേർത്ത് കൊടുക്കാം. ഹൈ ഫ്ലെയിമിൽ തന്നെ കുക്കാക്കി എടുത്തോട്ടാ. അപ്പോൾ ഇങ്ങനത്തെ റൈസ് റെസിപ്പീസെല്ലാം ഞാൻ ഷെയർ ആക്കുമ്പോൾ ഒരുപാട് പേര് ഇപ്പോഴും മാഷാല്ലാ 10 ലക്ഷം 5 ലക്ഷം 7 ലക്ഷം ആൾക്കാരിലേക്കെല്ലാം വീഡിയോസ് എത്തലുണ്ട്. അവർക്ക് വീണ്ടും വീണ്ടും ഉണ്ടാക്കി നോക്കലുണ്ട് എന്നെല്ലാം പറയലുണ്ട്. അപ്പോൾ ഈ ഒരു റൈസ് നിങ്ങൾ എന്തായാലും ഇഷ്ടപ്പെടും. അത്രയും ടേസ്റ്റുള്ള ഒരു റൈസാണ് കേട്ടോ. അപ്പോൾ ഇതാ ചെറുതായിട്ട് ഒന്ന് കളർ ചേഞ്ച് ആയിട്ട് വരുമ്പോൾ ഹൈ ഫ്ലെയിമിലോ മീഡിയം ഫ്ലെയിമിലോ വെച്ച് കൊടുക്കുക. പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും കേട്ടോ. മന്തി ഉണ്ടാക്കുന്ന അത്ര പണിയൊന്നുമില്ല. മന്തി ഈസിയാണ്, അതിൽ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഐറ്റമാണ് ഇത്. ഇനി ഇതിലേക്ക് കുറച്ച് സ്പൈസസ് വേണം. ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 1 ടേബിൾ സ്പൂണ് മല്ലിപ്പൊടി, 1/2 ടീസ്പൂണ് കുരുമുളക്, അതുപോലെ തന്നെ 1/2 ടീസ്പൂണ് ജിഞ്ചർ പൗഡർ, 1/2 ടീസ്പൂണിലും കുറവ് ചെറിയ ജീരകം, ക്യുമിൻ സീഡ് പൊടിച്ചതാണ് കേട്ടോ. ഇൻഗ്രീഡിയൻസ് ഞാൻ താലിൽ കൊടുക്കാം. പിന്നെ ജിഞ്ചർ പൗഡർ ഇല്ലയെന്നുണ്ടെങ്കിൽ പ്രശ്നമില്ല, നിങ്ങൾ വെളുത്തുള്ളി ചേർത്ത് കൊടുക്കൂലേ ആ ടൈം തന്നെ ഇഞ്ചി ഒരു 2 ഇഞ്ച് വലുപ്പത്തിൽ ഇഞ്ചി ഒന്ന് ചെറുതായിട്ട് കട്ടാക്കിയിട്ട് ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. ഞാനിപ്പം ജിഞ്ചർ പൗഡറാണ് ചേർത്ത് കൊടുത്തത്. നല്ലൊരു ഫ്ലേവർ ആയിരിക്കും കേട്ടോ ഈ ഒരു മസാലയൊക്കെ ഉണ്ടാവുക. അപ്പം മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അതെല്ലാം കൂടി ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഞാൻ 2 ചിക്കൻ സ്റ്റോക്കും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ ഇതിലേക്ക് കഴുകി ക്ലീൻ ആക്കി വെച്ച ചിക്കനും കൂടി ഇട്ട് കൊടുക്കുക. അപ്പം ഞാൻ സ്പൈസസ് പറഞ്ഞത് കറക്റ്റ് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഞാൻ അതെല്ലാം കൂടി മിക്സ് ആക്കിയതാണ്. 1 ടേബിൾ സ്പൂണ് മല്ലിപ്പൊടി മാത്രം മതി. 1 ടീസ്പൂണിൽ കുരുമുളക് പൊടി, അതുപോലെ തന്നെ 1 ടീസ്പൂണ് ജിഞ്ചർ പൗഡർ ഇഞ്ചി പൊടിച്ചത്, അതുപോലെ തന്നെ 1 ടീസ്പൂണിൽ കുറവ് ചെറിയ ജീരകം ക്യുമിൻ സീഡ് പൊടിച്ചതാണ് മിക്സ് ആക്കിയിട്ട് ഇട്ട് കൊടുത്തത്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇഞ്ചി പൊടിച്ചതില്ല എന്നുണ്ടെങ്കിൽ ഇതെല്ലാം സൂപ്പർ മാർക്കറ്റിൽ അവൈലബിൾ ആണെന്നൊന്ന് വാങ്ങി വെച്ചാൽ നല്ലതാണ്. ഇഞ്ചിക്ക് പകരം ഇട്ട് കൊടുക്കാൻ പറ്റും. അങ്ങനെ പൊടിച്ചതില്ല എന്നുണ്ടെങ്കിൽ ചതച്ചിട്ട് ചേർത്ത് കൊടുത്താലും മതി. ഇനിയിപ്പോൾ ഇതിലേക്കില്ലേ ചിക്കനും റൈസും വേവാൻ ആവശ്യമുള്ള വെള്ളം ഒഴിച്ച് കൊടുക്കണം. അപ്പോൾ നമ്മളൊരു കപ്പ് റൈസാണ് എടുക്കുന്നുണ്ടെങ്കിൽ 1.5 കപ്പ് വെള്ളം ഒഴിച്ച് കൊടുക്കുക. ഞാനിപ്പം 4 കപ്പ് റൈസാണ് എടുത്തിട്ടുള്ളത്. അപ്പം 6 കപ്പ് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ചിക്കനിൽ നിന്നും വെള്ളം ഇറങ്ങും. അപ്പോൾ അത് അടച്ച് വെച്ച് വേവിക്കാം. ഞാൻ ഉപ്പ് ആവശ്യത്തിന് ചേർത്ത് കൊടുത്തിട്ടുണ്ട്, കാണിക്കാൻ വിട്ടുപോയതാണ്. ഇനിയിപ്പോൾ ഒരു പാൻ എടുക്കുക. അതിലേക്കില്ലേ 2 ടേബിൾ സ്പൂൺ ബട്ടർ ഇട്ട് കൊടുക്കുക. ഇല്ലാന്നുണ്ടെങ്കിൽ ഏതെങ്കിലും റിഫൈൻഡ് ഓയിൽ, ഇല്ലാന്നുണ്ടെങ്കിൽ ഒലിവ് ഓയിൽ എടുക്കുക. എന്നിട്ടില്ലേ നീളത്തിൽ കട്ടാക്കിയ 2 ഉള്ളി ചേർത്ത് കൊടുക്കുക. ഇതും ഒരു ഗോൾഡൻ ബ്രൗൺ കളറാകുന്നത് വരെ വഴറ്റിയെടുക്കുക. നല്ലോണം ക്രിസ്പി ആവേണ്ട ആവശ്യമൊന്നുമില്ല. ഈ ഒരു സ്റ്റേജിലെത്തിക്കഴിഞ്ഞാൽ ജസ്റ്റ് ആ ഒരു നല്ലൊരു സ്മെല്ല് വന്നു കഴിഞ്ഞാൽ ഇതിലേക്ക് നമ്മൾ കിസ്മിസിലെ മുന്തിരിയിലെ ഉണക്കമുന്തിരി അത് കുറച്ച് ചേർത്ത് കൊടുക്കുക. ഒരു 2 ടേബിൾ സ്പൂണോളം ഉണക്കമുന്തിരി ചേർത്ത് കൊടുക്കുക. അപ്പുറം ചിക്കൻ വേവിക്കാൻ വെച്ചിട്ടുണ്ട്. എന്നിട്ട് വേറൊരു പാനിലാണ് ഇത് ചെയ്തെടുക്കുന്നത്. ഇനിയിപ്പോൾ അതും കൂടി വഴറ്റിയെടുക്കുക. ഇനി ഇതിലേക്കില്ലേ വേവിച്ച് വെച്ച കടല, വെള്ളക്കടല ഉണ്ടാവില്ലേ, നമ്മൾ ഹുമ്മൂസെല്ലാം ഉണ്ടാക്കാൻ വേണ്ടിക്ക് എന്താ പറയുക എടുക്കുന്നത് ആ ഒരു കടലയാണ്. ഇതിപ്പം ഒരു 1/4 കപ്പ് അല്ലാന്നുണ്ടെങ്കിൽ 1/2 കപ്പോളം എടുക്കുക. വെള്ളക്കടലിൽ ഒരു 2-3 മണിക്കൂർ കുതിർത്തിട്ട് കുക്കറിൽ ഒരു 5-6 വിസിൽ വരെ വേവിച്ചതാണ്. അത് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നമ്മൾ നേരത്തെ എടുത്ത സ്പൈസസില്ലേ സെയിം അളവിൽ വീണ്ടും എടുക്കുക.
ഞാൻ വീണ്ടും പറയാണ്, 1 ടേബിൾ സ്പൂണ് മല്ലിപ്പൊടി, 1 ടീസ്പൂണ് കുരുമുളക് പൊടി, 1 ടീസ്പൂണും കുറവ് ചെറിയ ജീരകം ക്യുമിൻ സീഡ് പൊടിച്ചത്, 1 ടീസ്പൂൺ തന്നെ ജിഞ്ചർ പൗഡർ, ഇതെല്ലാം കൂടി ചേർത്തിട്ടില്ലേ വഴറ്റിയെടുക്കാം. പിന്നെ ഈ ഒരു ജിഞ്ചർ പൗഡർ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എല്ലാ സൂപ്പർ മാർക്കറ്റിലും അവൈലബിൾ ആണ്, ചെറിയ പ്രൈസിലും. നിങ്ങൾക്ക് വീട്ടിൽ വാങ്ങി വെച്ച് കഴിഞ്ഞാൽ ജിഞ്ചർ ഗാർലിക് പൗഡറെല്ലാം നല്ല യൂസ്ഫുൾ ആയിരിക്കും കേട്ടോ. ഇഞ്ചി വെളുത്തുള്ളിയെല്ലാം പൊടിക്കുന്നതിനും പകരം നമുക്ക് ചേർത്ത് കൊടുക്കാൻ പറ്റും, നല്ല ഫ്ലേവറും ആയിരിക്കും കേട്ടോ. എന്നിട്ടില്ലേ ഇതിൻ്റെ റോസ് സ്മെല്ല് മാറുന്നത് വരെ വഴറ്റിയെടുക്കുക. അപ്പോഴേക്കും നമ്മുടെ ചിക്കന് കുക്കായിട്ട് വന്നിട്ടുണ്ട്. നമ്മൾ ചിക്കൻ ഒന്ന് ഹാഫ് കുക്കായിട്ട് വന്നാൽ മതി കേട്ടോ. ഒന്നുമില്ല, ജസ്റ്റ് ചിക്കൻ്റെ ആ ഒരു വേവിച്ച ആ ഒരു ഫ്ലേവർ റൈസിനും കൂടി കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു ചിക്കന് ഇതിൽ തന്നെ ഇട്ടിട്ട് വേവിക്കുന്നത്. എൻ്റെ വീട്ടിലെ എല്ലാവർക്കും മന്തി, ഇങ്ങനെ അറബിക് റൈസ് ഭയങ്കര ഇഷ്ടമാണ്. മന്തിയാണ് ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ളത്. അപ്പോൾ ഇതിൽ മന്തി ഉണ്ടാക്കാമെന്ന് പറഞ്ഞിട്ട് കിച്ചണിലേക്ക് പോയാന്ന് ഞാൻ വിചാരിച്ചേ ഉമ്മാനി കബൂലി റെസിപ്പി ഇതുവരെ ട്രൈ ആക്കിയിട്ടില്ലല്ലോ, അത് ഉണ്ടാക്കി നോക്കാമെന്ന്. സത്യം പറയാലോ, ഉണ്ടാക്കിയിട്ട് എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിന് കേട്ടോ. സത്യം പറഞ്ഞാൽ മന്തിനെക്കാട്ടി കുറച്ചുകൂടി ഒരു ഫ്ലേവർഫുള്ളായിട്ട് തോന്നിയിന്. അത്രയും പണിയുമില്ല, അത്രയും ഇൻഗ്രീഡിയൻസും വേണ്ട, എല്ലാം വീട്ടിലുള്ള ഐറ്റംസ് തന്നെയാണ്. പിന്നെ ആകെയുള്ളത് ആ ഒരു ജിഞ്ചർ പൗഡറാണ്. അത് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇഞ്ചി ചതച്ചത് ചേർത്ത് കൊടുക്കുക. പിന്നെ ചിപ്പീസ്, ആ ഒരു കടലെല്ലാം മസാല ആക്കൂലേ, അതിൽ ഫസ്റ്റ് തന്നെ ഉള്ളി ചേർക്കുമ്പോൾ തന്നെ ഇഞ്ചി ചതച്ചിട്ട് ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ, കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഇതാ നമ്മുടെ ചിക്കനെല്ലാം കുക്കായിട്ട് വന്നിട്ടുണ്ട്, ഹാഫ് കുക്കായാൽ മതി കേട്ടോ. എന്നിട്ടില്ലേ ഇതിലേക്ക് നമുക്ക് റൈസ് ചേർത്ത് കൊടുക്കാം. ഞാൻ ഇന്ത്യ ഗേറ്റിൻ്റെ ബസ്മതി റൈസാണ് ചേർത്ത് കൊടുത്തത്. നിങ്ങൾ മന്തിയോ കപ്സിയോ ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന ഏത് റൈസായാലും, ഏത് ബസ്മതി റൈസായാലും കുഴപ്പമില്ല. ഞാനിപ്പം 4 കപ്പാണ് കേട്ടോ. 4 കപ്പിന് 6 കപ്പ് വെള്ളമൊന്ന് ഞാൻ ചേർത്ത് കൊടുത്തേ. 1 കപ്പ് അരിക്ക് 1.5 കപ്പ് വെള്ളം. അപ്പോൾ ഇല്ലേ അരി ചേർത്ത് കൊടുക്കും മുമ്പേ ആ വെള്ളം ജസ്റ്റ് ഒന്ന് തിളച്ച് വരുന്ന ടൈമിലെ ചിക്കൻ്റെ മുകളിലേക്ക് ഞാൻ കുറച്ച് ബട്ടർ ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇല്ലാന്നുണ്ടെങ്കിൽ ഗീ ബ്രഷ് ചെയ്ത് കൊടുക്കുക. ഞാനിപ്പം എന്താ പറയുക, എയർ ഫ്രയറിലാണ് ഫ്രൈ ആക്കി എടുക്കുന്നത്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ പാനിൽ കുറച്ച് ബട്ടർ ഇട്ടിട്ട് ജസ്റ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും നല്ല ക്രിസ്പി ആയിട്ട് കളർ ചേഞ്ച് ആയിട്ട് വരുന്നത് വരെ ഫ്രൈ ആക്കി എടുക്കുക. ഫ്രൈ ആക്കി എടുക്കുമ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ നേരത്തെ ഒരു സ്പൈസ് മിക്സ് ഉണ്ടാക്കിയിട്ടില്ലേ, അത് ചേർത്ത് കൊടുക്കുക. ഇത് ആ ചിക്കൻ്റെ മുകൾ ഭാഗം മാത്രം ജസ്റ്റ് ഒന്ന് കളർ ചേഞ്ച് ആയിട്ട് വന്നാൽ മതി. ഉൾഭാഗം ഏകദേശം കുക്കായിട്ടുണ്ട്. ഞാൻ എയർ ഫ്രയറിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ പാനിൽ വെച്ചിട്ട് ഫ്രൈ ആക്കി എടുക്കാം. ഇനിയിപ്പില്ലേ നമ്മുടെ എന്താ പറയുക, നമ്മൾ വെള്ളം നല്ലോണം തിളച്ചേരാൻ ഞാൻ റൈസ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. 1 കപ്പ് അരിക്ക് 1.5 കപ്പ് വെള്ളം എന്ന അളവിൽ. അപ്പോൾ ഇതാ റൈസും കൂടി ഇട്ട് കൊടുത്ത് നല്ലോണം ഇതുപോലെ തിളച്ച് ബബിൾസ് പൊങ്ങുന്ന ടൈമിൽ നമുക്ക് തീ ഒന്ന് കുറച്ച് കൊടുക്കുക, ലോ ഫ്ലെയിമിലാക്കി കൊടുക്കുക. എന്നിട്ട് അടച്ച് വെക്കുക. ഇടയിലൊന്നും മിക്സ് ചെയ്യേണ്ട ആവശ്യമില്ല. ഇടയിൽ ഈ ഒരു സ്റ്റേജിൽ മിക്സ് ആക്കിയാൽ മതി, ഇടയിൽ മിക്സ് ആക്കേണ്ട ആവശ്യമില്ല. ഉപ്പൊന്ന് ചെക്ക് ചെയ്യട്ടാ. ഞാൻ ചിക്കൻ സ്റ്റോക്ക് ഇട്ടുകൊണ്ടാണ് അധികം ഉപ്പ് ചേർത്ത് കൊടുക്കാണ്ടിരുന്നത്. നിങ്ങൾ ഉപ്പ് ആവശ്യത്തിന് ചേർത്ത് കൊടുക്കുക. ഒരു 5-10 മിനിറ്റ് കൊണ്ട് തന്നെ റൈസ് കുക്കായിട്ട് വരും. അപ്പോൾ ഇതാ നമ്മുടെ റൈസ് പെർഫെക്റ്റ് ആയിട്ട് കുക്കായിട്ട് വന്നിട്ടുണ്ട്. നല്ലൊരു സ്മെല്ലാണ് കേട്ടോ മന്തി കബ്സ. അതുപോലത്തെ സ്മെല്ലേ അല്ല, ഒരു പ്രത്യേക ഒരു ഫ്ലേവർ ഉണ്ട്. കാര്യം നമ്മൾ മല്ലിപ്പൊടി, കുരുമുളക് പൊടി, അതുപോലെ തന്നെ ജിഞ്ചർ പൗഡർ, ക്യുമിൻ പൗഡർ അതെല്ലാം ചേർത്ത് കൊടുത്തേ. അതിൻ്റെ ഒരു പ്രത്യേക ഫ്ലേവർ ഉണ്ട് കേട്ടോ. ഇനിയിപ്പം നമ്മൾ നേരത്തെ കടല ഒന്ന് മസാല റെഡിയാക്കിയിട്ടില്ലേ, അപ്പോൾ അതും കൂടി ഇതിന് മുകളിൽ ചേർത്ത് കൊടുക്കാം. ഞാൻ റൈസ് എന്താ പറയുക, ഈ ഒരു ഒമാനി കബൂലി റൈസ് ഞാനൊരു ട്രേയിലേക്ക് സെർവ് ചെയ്ത് വെച്ചെടുത്തിട്ടുണ്ട്. അതിന് മുകളിലായിട്ട് ഈ ഒരു ഉള്ളിയും കടലെല്ലാം മിക്സാക്കി ഒരു മിക്സിയില്ലേ ഇട്ട് കൊടുക്കുക. ഇതുപോലെയാണ് വേണം കേട്ടോ സെർവ് ചെയ്യാൻ വേണ്ടിക്ക്. എന്നിട്ട് നമ്മൾ നേരത്തെ ഫ്രൈ ആക്കി വെച്ച ചിക്കനില്ലേ എയർ ഫ്രയറിൽ തന്നെ എന്താ പറയുക കുക്കാക്കി എടുക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ പാനിലായാലും ചെയ്തെടുത്താൽ മതി. പാനിൽ കുറച്ച് ബട്ടറോ ഗീയോ ഒഴിച്ചിട്ട് ജസ്റ്റ് ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ചിക്കൻ ഒന്ന് ഫ്രൈ ആയിട്ട് വരുന്നത് വരെ, കളർ ചേഞ്ച് ആയിട്ട് വരുന്നത് വരെ കുക്കാക്കി എടുക്കാം. ഈ ഒരു കളറിൽ കുക്കാക്കി എടുക്കാം. ഇനിയിപ്പോൾ ഇതാ ചിക്കനും കൂടി ഇതിന് മുകളിൽ ഇട്ട് കൊടുക്കാം. അടിപൊളി ഫ്ലേവർഫുള്ളായിട്ടുള്ള റൈസാണ്. നിങ്ങൾ എന്തായാലും ഉണ്ടാക്കി നോക്കണം. റമദാൻ്റെ ടൈമിൽ ഈസി ആയിട്ട് എന്തെങ്കിലും ഉണ്ടാക്കണം ചിന്തിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ബെസ്റ്റ് ഓപ്ഷനാണ് കേട്ടോ. ഒരു സ്നാക്കിൻ്റെ ആവശ്യമില്ല, അത്രയും അടിപൊളിയാണ്. പിന്നെ ഇതിൻ്റെ കൂടെ തക്കാളി ചട്നി അങ്ങനത്തെ ഒരു ഐറ്റംസും വേണ്ട കേട്ടോ. ഈ ഒരു കടല മസാലയും ഈ ഒരു
റൈസും കൂടി കൂട്ടി കഴിക്കാൻ ഭയങ്കര അടിപൊളിയാണ്. ഇക്കാക്കും മക്കൾക്കും എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടായിന്. അതുകൊണ്ടാണ് ഞാൻ ഇത്ര ഉറപ്പായിട്ട് പറയുന്നത്. കാര്യം ഇങ്ങനത്തെ റൈസ് റെസിപ്പി വീഡിയോ ഞാൻ ചെയ്ത് കഴിഞ്ഞാൽ ഒരുപാട് പേര് അവരുടെ പാർട്ടിയിലും എല്ലാം ഉണ്ടാക്കിയിട്ട് എന്നോട് കമൻസിൽ പറയലുണ്ട്. അപ്പോൾ ഇതും നിങ്ങൾക്ക് ധൈര്യമായിട്ട് വീട്ടിലോ അല്ലാന്നുണ്ടെങ്കിൽ പാർട്ടിയിലോ റമദാൻ്റെ ടൈമോ എല്ലാം ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. പിന്നെ അധികം പണിയുമില്ല, ജസ്റ്റ് ഉള്ളി കട്ട് ചെയ്യുന്ന പണിയേ ഉള്ളൂ, ബാക്കി എല്ലാം ഈസിയല്ലേ. അപ്പോൾ എന്തായാലും ഉണ്ടാക്കി നോക്കാം. പിന്നെന്താ, ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമെങ്കിലല്ലേ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നിങ്ങളെ കമൻറ്റ്സ് കാണുമ്പോൾ കേട്ടോ കൂടുതൽ വീഡിയോസ് ചെയ്യാൻ തോന്നാം. അപ്പോൾ വീഡിയോ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ എന്തായാലും ലൈക്കും കമൻറ്റും ചെയ്യുക. അപ്പോൾ എന്താ, അടുത്തൊരു നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നതുവരേക്കും ഇൻഷാ അല്ലാഹ് അസ്സലാമു അലൈക്കും, ബൈ. ഇത് ചൂടോടെ സെർവ് ചെയ്യുക, ചൂടോടെ കഴിക്കുക. അടിപൊളിയാണ്. ഉണ്ടാക്കി നോക്കുമെന്ന് വിശ്വസിക്കുന്നു. ഉണ്ടാക്കിയിട്ട് അഭിപ്രായം അറിയിക്കാൻ മറക്കണ്ട കേട്ടോ. ബൈ.